ഉമ്മയല്ലടോ എന്റെ അനുജാ, അല്ലാഹു നിനക്ക് നൽകിയ ബുദ്ധി കൊണ്ട് നീയൊന്ന് വിലയിരുത്തുക. യജമാനനായ റബ്ബ്, ഖാലിഖായ റബ്ബ്, പടച്ച റബ്ബ് നമുക്ക് നൽകിയ ബുദ്ധി കൊണ്ട് എന്റെ കൂട്ടുകാരെ നാം ഒന്ന് വിലയിരുത്തുക. നമുക്ക് അല്ലാഹു നൽകിയ, പടച്ച റബ്ബ് നൽകിയ തന്റെ ഇടം കൊണ്ട് നാം വിലയിരുത്തുക. 27 കൊല്ലം നമുക്ക് ഭക്ഷണം നൽകിയത് ആരാ? നമ്മുടെ ഉമ്മയല്ല കരളെ. 28 കൊല്ലം നമുക്ക് ഭക്ഷണം തന്നത് ആരാ? നമ്മുടെ സാധുവായ ഉമ്മയാണ്. നമ്മുടെ വസ്ത്രം അലക്കിയത് ഉമ്മയാണ്. നമുക്ക് ചെരുപ്പ് പോലും അലക്കി, നമ്മുടെ ചെരുപ്പ് പോലും കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു വെച്ച നമ്മുടെ ഉമ്മ, നമ്മുടെ എല്ലാം കഴുകുകയും എല്ലാം വൃത്തിയാക്കുകയും ചെയ്ത സാധുവായ നമ്മുടെ ഉമ്മ. മോനെ, 28 കൊല്ലം നിന്നെ പോറ്റി വളർത്തിയില്ലേ? നാളെ നിന്റെ കല്യാണമാണടോ. എന്റെ അനുജാ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒന്ന് ചിന്തിക്കുമോനെ, നാളെ നിന്റെ കല്യാണമാണ്. ഇന്ന് രാത്രി വീട്ടിൽ നമ്മുടെ പെങ്ങളും മറ്റുള്ളവരും കുടുംബങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വീട്ടിൽ എല്ലാവർക്കും സന്തോഷമാണ്, ചിരിയും കളിയുമാണ്. നമ്മുടെ ഉമ്മാനെ കാണുന്നില്ല. എവിടെയാണ് ഉമ്മയുള്ളത്? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഉമ്മ നോക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ വസ്ത്രം അലക്കിക്കൊണ്ട് നമ്മുടെ ഉമ്മ തേക്കുന്നു. മോനെ, നിന്റെ കുപ്പായം തേച്ചു വെച്ചിട്ടുണ്ട്, നിന്റെ പാന്റ് തേക്കാൻ എനിക്ക് കഴിയില്ല മോനെ. ഉമ്മാക്ക് പാന്റ് തേക്കാൻ കഴിയുന്നില്ല. തുണിയും വസ്ത്രമൊക്കെ തേച്ചു വെച്ചു പോയ സാധുവായ ഉമ്മ, നാളെ കല്യാണമാണ് എങ്കിൽ ഇന്ന് രാത്രി എന്റെ കരളെ നമ്മുടെ വസ്ത്രം അലക്കുകയും തേക്കുകയും ചെയ്ത ആ സാധുവായ പെറ്റ ഉമ്മ നാളെ രാവിലെ നാസ്ത നൽകുന്ന ഉമ്മയാൻ. മോനെ, ഉച്ചക്ക് പുതിയാപ്പിള ഇറങ്ങുന്ന സമയം ആരാണ് നമുക്ക് ഭക്ഷണം തന്നത്? ഉമ്മാക്കെന്ത് പുതിയാപ്പിള? നമ്മുടെ ഉമ്മ, സാധുവായ ഉമ്മ അവിടെ വന്നുകൊണ്ട് ഉച്ച സമയം ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് പുതിയാപ്പിള ഇറങ്ങാൻ പോകുമ്പോ, മോനെ ചോറ് കടിച്ചടാ. ആ പൊന്നുമകന് ചോറ് കൊടുത്ത സാധുവായ ഉമ്മ, എന്റെ മോനെ, പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് പോലും നമ്മ നോക്കിക്കൊണ്ട് നമുക്ക് ഭക്ഷണം തന്ന ഉമ്മ, കല്യാണം കഴിച്ച് 28 കൊല്ലം പൊന്നുപോലെ നോക്കിയ ഉമ്മ. എന്റെ പൊന്നുമോനെ, കല്യാണം കഴിച്ചൊരു മാസം മാത്രം പ്രായമായ ആ പെണ്ണ് കല്യാണം കഴിഞ്ഞു. രണ്ടാഴ്ചയോളം വീട്ടിൽ പെരുന്നാളാണ്. കല്യാണം കഴിച്ച ആളുകൾക്കൊക്കെ അറിയാം, 2 ആഴ്ച പെരുന്നാളാണ്. പിന്നെ വീട്ടിൽ മഹ്ശറയുമാണ്. എത്ര വീടുകളാണ് കൽബ് വിട്ട് ജീവിക്കുന്ന, എത്ര വീടുകളാണ് മനസ്സ് വിട്ട് ജീവിക്കുന്ന, എത്ര വീടുകളാണ്, എത്ര ചെറുപ്പക്കാരാണ്. മോനെ, 2 ആഴ്ച പെരുന്നാള്, പിന്നെ ആ വീട്ടിൽ കാണുന്നത് മഹ്ശറയല്ലേ? ആ നിലക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പാവപ്പെട്ട പെൺകുട്ടി, പക്ഷേ 1 മാസമേ ആയിട്ടുള്ളൂ. അവളൊന്ന് കുറുമേ എന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ രാത്രി ഒന്ന് കിടക്കാൻ വേണ്ടി വരുമ്പോ സ്വാഭാവികമായും അവൾ മിണ്ടുന്നില്ല. എന്തോ ഒരിടങ്ങാറ്. അപ്പൊ നമ്മൾ ചോദിക്കുക, എന്തേ ഇപ്പൊ നിനക്കൊരു വിഷമം? അപ്പൊ ഒന്നും കൂടി വിഷമം കൂട്ടും. വല്ലാത്ത ജാതികളാ, ഒന്നും കൂടി വിഷമം കൂട്ടിക്കളയും. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചോദിക്കും, എന്താണ്? അപ്പൊ ഈ പെണ്ണ് പറയും, 1 മാസം പ്രായമായ പെണ്ണ്, എനിക്ക് നിങ്ങളുടെ ഉമ്മയുമൊത്ത് ജീവിക്കാൻ കഴിയൂല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. നിങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ടാക്കി, എന്റെ വീട്ടിൽ കൊണ്ടാക്കി കാളി, നിങ്ങൾ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിക്കൂ. മആദല്ലാഹ്. ആ പെണ്ണിന്റെ വാക്ക് കേട്ട ചെറുപ്പക്കാരൻ, പുതുമാരനായ ചെറുപ്പക്കാരൻ, 28 കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മയെ മറക്കുന്നു, ഉമ്മയോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. 28 കൊല്ലം ഭക്ഷണം കൊടുത്ത് വസ്ത്രം വലക്കിക്കൊണ്ട് വളർത്തിയ ഉമ്മ, ആ ഉമ്മാനെ വലിച്ചെറിഞ്ഞ് വാടക വീട്ടിൽ താമസിക്കുന്ന ചെറുപ്പക്കാരാ, ആ ഉമ്മാനെ വലിച്ചെറിഞ്ഞ് ആ ഭാര്യ വീട്ടിൽ പോയി താമസിച്ച് അമ്മായിമ്മയുമൊത്ത് രസിച്ച് ഭാര്യ വീട്ടിൽ പോയി സുഖിച്ചു ജീവിക്കുന്ന എന്റെ അനുജാ, എന്തൊരു വൃത്തികേടാണ് കാണിച്ചത്!